നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബഡ്ജറ്റ് സെറ്റ് ലൈൻ വരെയാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ അന്ന് പഠിച്ച എന്തൊക്കെയാ? ഇവിടെ ഒരു ഇന്റർസെപ്റ്റ് ഉണ്ട്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഉണ്ട് പഠിച്ചു അല്ലേ? അപ്പോൾ ഈ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിനെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യും? m/p1 അല്ലേ? ഇവിടെ തന്നെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യും? m/p2 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ഇനി നമുക്ക് ബാക്കി ഈ ബഡ്ജറ്റ് ലൈനിൽ നമുക്ക് അത് മാത്രമല്ല പഠിക്കാനുള്ളത്, ഒരുപാട് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് 3 ബണ്ടിൽസ് ആണ് മെയിനായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ 3 ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? എഫിഷ്യൻറ്റ് ബണ്ടിൽ, സുപ്പീരിയർ ബണ്ടിൽ, ഇൻഫീരിയർ ബണ്ടിൽ. നമുക്ക് എഫിഷ്യൻറ്റ് ബണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരിക്കും എഫിഷ്യൻറ്റ് ബണ്ടിൽ എന്ന് പറയുന്നത്? ആ പേര് തന്നെ ഉണ്ട്, എഫിഷ്യൻ്റ് ആണ് അല്ലേ? എഫിഷ്യൻ്റ് ആണെന്ന് വെച്ചാൽ എന്താ? ഒരു കൺസ്യൂമർ, അതായത് ഒരു കൺസ്യൂമർ അയാളുടെ വരുമാനം മുഴുവൻ എന്ത് ചെയ്യുന്നു? ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ദാറ്റ് ബണ്ടിൽസ് ആർ കോൾഡ് എന്നാണ് പറയുന്നത് എഫിഷ്യൻറ്റ് ബണ്ടിൽ. അതായത് 2 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വരുമാനം ഫുള്ളും എന്ത് ചെയ്തു? ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബണ്ടിലുകളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എഫിഷ്യൻറ്റ് ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻറ്റ് ബണ്ടിലിന് ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡെഫിനിഷൻ? Any point on the budget line indicates the combinations of good 1 and good 2 a consumer can purchase which cost an amount exactly equal to the income. അയാളുടെ വരുമാനത്തിൽ എന്താണ് വയ്ക്കുന്നത്? ഈക്വൽ ആയിട്ടുള്ള 2 സാധനങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. അപ്പോൾ ദാറ്റ് ബണ്ടിൽ ഈസ് കോൾഡ് എന്താണ്? എഫിഷ്യൻറ്റ് ബണ്ടിൽ. ആ ബണ്ടിലുകളെ പറയുന്ന പേരാണ് എന്താ? എഫിഷ്യൻറ്റ് ബണ്ടിൽ എന്ന് പറയുന്നത്. സുപ്പീരിയർ ബണ്ടിൽ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? മേന്മ കൂടിയ ബണ്ടിൽ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ എന്താ? ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിയപ്പോൾ 1200 രൂപ, പക്ഷെ എൻ്റെ കയ്യിൽ എത്ര രൂപയുള്ളൂ? 1000 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വരുമാനത്തിലധികം സാധനങ്ങൾ എന്ത് ചെയ്തു? 2 സാധനങ്ങൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്യാൻ അല്ലേ? അപ്പോൾ എനിക്കത് പർച്ചേസ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. ദാറ്റ് ബണ്ടിലുകളെ പറയുന്ന പേരാണ് എന്താ? സുപ്പീരിയർ ബണ്ടിൽ. അതായത് ഒരു കൺസ്യൂമർ തൻ്റെ വരുമാനത്തിനേക്കാളും കൂടുതൽ ആണ് എന്ത് ചെയ്യുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ? സുപ്പീരിയർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താ? ഇൻഫീരിയർ ബണ്ടിൽ. എന്താ ഇൻഫീരിയർ എന്ന് പറയുന്നത്? ആ പേര് തന്നെ ഉണ്ട്, ഇൻഫീരിയർ, മേന്മ കുറഞ്ഞ ബണ്ടിൽ. ഇൻഫീരിയർ ബണ്ടിൽ എന്ന് പറയുന്നത് എന്താ? മേന്മ കുറഞ്ഞ ബണ്ടിലുകളാണ്. മേന്മ കുറഞ്ഞ ബണ്ടിലുകൾ എന്ന് പറയുന്നത് എന്താ? എൻ്റെ കയ്യിൽ 1000 രൂപ എൻ്റെ കയ്യിൽ വരുമാനം ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ എന്ത് ചെയ്തുള്ളൂ? 700 രൂപയ്ക്ക് എന്ത് ചെയ്തുള്ളൂ? സാധനങ്ങൾ വാങ്ങുള്ളൂ. അപ്പോൾ 700 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തുള്ളൂ? സാധനങ്ങൾ വാങ്ങിയുള്ളൂ. ബാക്കി 300 രൂപ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മിച്ചം വെച്ചു. ദാറ്റ് ബണ്ടിൽസ് ആർ കോൾഡ് എന്താ? ഇൻഫീരിയർ ബണ്ടിൽ. അതായത് ഒരു ഉപഭോക്താവ് തൻ്റെ വരുമാനത്തിന് താഴെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, അതിനെ പറയുന്ന 2 സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ആ സാധനങ്ങളെ പറയുന്ന, ആ ബണ്ടിലുകളെ പറയുന്ന പേരാണ് എന്താ? ഇൻഫീരിയർ ബണ്ടിൽ. Definition: any point below the budget line indicate the combination of the good 1 and good 2. A consumer can purchase which cost less than his income. എന്താണ് പറയുന്നത്? ഒരു കൺസ്യൂമർ അയാളുടെ ഇൻകത്തിന് താഴെയാണ് എന്ത് ചെയ്തത്? ഗുഡ് 1ഉം ഗുഡ് 2ഉം എന്ത് ചെയ്ത് പർച്ചേസ് ചെയ്തെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ? ഇൻഫീരിയർ ബണ്ടിൽ എന്ന് പറയുന്നത്. അതായത് മേന്മ കുറഞ്ഞ ബണ്ടിൽ. അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് ക്യാഷ് എന്ത് ചെയ്തു? മിച്ചം വെച്ചു. സുപ്പീരിയർ ബണ്ടിലിൽ ക്യാഷ് മിച്ചം വെക്കാനുണ്ടായോ? ഇല്ല, കടമായി പോയി. അതാ പറഞ്ഞത്. എനി പോയിന്റ് എബോവ് ദ ബഡ്ജറ്റ് ലൈൻ indicates the combination of good 1 and good 2. A consumer is unable to purchase with a limited income. അയാളുടെ വരുമാനത്തിനുള്ളിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അതിനെയാണ് ദാറ്റ് ബണ്ടിലുകളെ പറയുന്ന പേരാണ് എന്താ? സുപ്പീരിയർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്, അപ്പോൾ ഇൻഫീരിയർ ബണ്ടിൽ കഴിഞ്ഞു, സുപ്പീരിയർ ബണ്ടിൽ കഴിഞ്ഞു, എഫിഷ്യൻറ്റ് ബണ്ടിൽ കഴിഞ്ഞു. ഇനി നമുക്ക് അതൊക്കെ മറക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ്. എന്താണ് പഠിക്കാനുള്ളത്? സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ. എന്തായിരിക്കും സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ? നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ, സ്ലോപ്പ്, ഒരു ഇക്വേഷൻ്റെ സ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ ഗ്രാഫിലൊക്കെ വരച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്? എന്താ? 2 ഗുഡ്സിൻ്റെ എന്താ പറഞ്ഞേക്കുന്നത്? ചേഞ്ചസിനെയാണ് എന്ത് ചെയ്യുന്നത്? സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് Δx2 ഡിവൈഡഡ് ബൈ Δx1 ആണ് എന്താ? സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇറ്റ് ഡിനോട്ട്സ് ദ പ്രൈസ് റേഷ്യോ ഓഫ് 2 ഗുഡ്സ്. എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? 2 ഗുഡ്സിൻ്റെ പ്രൈസ് റേഷ്യോനെയാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്താ? Δx2 ഡിവൈഡഡ് ബൈ Δx1 that is equal to എന്താ? -p1 by എന്താ? p2. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്?
എന്തിന് ഈക്വൽ ആണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പ്രൈസ് ഓഫ് ടു ഗുഡ്സ്. രണ്ട് ഗുഡ്സിന്റെ പ്രൈസ് റേഷ്യോ, വില അനുപാതത്തെയാണ് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്, ഇനി നമുക്ക് ബഡ്ജറ്റ് സെറ്റിന്റെ ചേഞ്ചസ് ആണ് പഠിക്കാനുള്ളത്. ചേഞ്ചസ് ഇൻ ദ ബഡ്ജറ്റ് സെറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. ബഡ്ജറ്റ് ലൈൻ വരച്ചിട്ട് ഈ ചേഞ്ചസ് ഇൻ ദ ബഡ്ജറ്റ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ശരിക്കുമുള്ള ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താ? P1 x1 പ്ലസ് P2 x2 ഇസ് ഈക്വൽ ടു എന്താ? M. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഇപ്പോൾ ഒരു ഗുഡിന്റെ വില 5 രൂപയാണ്. x1 എന്ന് പറയുന്ന ഗുഡിന്റെ പ്രൈസ് എത്രയാണ്? 5 രൂപയാണ്. x2 എന്ന് പറയുന്ന ഗുഡ്സിന്റെ വില 6 രൂപയാണ്. അയാളുടെ ഇൻകം എന്ന് പറയുന്നത് 200 രൂപയാണെന്ന് വെച്ചു. ഇതിന്റെ ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷനാണ് എഴുതി വെക്കുന്നത്. P1 x1 പ്ലസ് P2 x2 ഇസ് ഈക്വൽ ടു എന്താ? M എന്നുള്ളൊരു ഇക്വേഷനാണ് എഴുതി വെക്കുന്നത്. അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. കാരണം നമുക്ക് ഇവിടെ വാല്യൂസ് തന്നിട്ടുണ്ട്. x1 എന്ന് പറയുന്ന ഗുഡിന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട്. x1 എന്ന് പറയുന്ന ഗുഡിന് എത്ര രൂപയാണ്? 5 റുപ്പീസ് ആണ്. x2 എന്ന് പറയുന്ന ഗുഡിന് 6 റുപ്പീസ് ആണ്. അത് അവരുടെ ഇൻകം എത്ര? 200 രൂപയാണ്. എന്ന് പറഞ്ഞിട്ട് കൂടി സ്റ്റുഡൻസ് എല്ലാം, കുട്ടികളെല്ലാം എഴുതി വെക്കുന്നത് ഈ ഇക്വേഷനാണ് ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതി വെക്കുന്നത്. ഒരിക്കലുമല്ല. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം, പക്ഷേ അതിന് താഴെ P1ന്റെ പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 5 ഇൻറ്റു x1. പിന്നെ x2ന്റെ പ്രൈസ് തന്നിട്ടുണ്ട്. എത്രയാ? 6 ഇൻറ്റു x2 ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതണം നമ്മൾ? 200. 5x1 പ്ലസ് 6x2 ഇസ് ഈക്വൽ ടു എന്താ? 200. ഇതാണ് ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ, അതായത് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരു 25% സ്റ്റുഡൻസും ഇത് തന്നെയാണ് ഇക്വേഷൻസ് എഴുതി നിൽക്കുന്നത്. പക്ഷെ അതല്ല എഴുതേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യനിൽ അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്? ആൻസർ എഴുതാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചേഞ്ചസ് ഇൻ ദി ബഡ്ജറ്റ് സെറ്റ്. നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചേഞ്ച് ആകാനുള്ള 2 കാരണങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കാം? നമ്മളുടെ ഇൻകമാണ് അല്ലെ ബഡ്ജറ്റ് സെറ്റിനെ മെയിൻ ആയിട്ട് എന്തൊക്കെ എഫക്ട് ചെയ്യുന്നത്? ഇൻകവും ഉണ്ട്, പിന്നെന്ത്? പ്രൈസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച് ആവണമെങ്കിൽ എന്തൊക്കെ 2 വേരിയബിൾസ് ചേഞ്ച് ആകണം? നമ്മുടെ ഇൻകത്തിന് ചേഞ്ച് വന്നാൽ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യാം? ചേഞ്ച് ആകാം. അതുപോലെ തന്നെ പ്രൈസിന് ചേഞ്ച് വന്നാലും ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യാം? ചേഞ്ചസ് വരാം അല്ലേ? മനസ്സിലായോ? അപ്പോൾ ചേഞ്ചസ് ഇൻ ദ ബഡ്ജറ്റ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് സെറ്റിന് ചേഞ്ചസ് വരുന്നത് ഏതൊക്കെ 2 കാര്യങ്ങൾ കൊണ്ടാകാം? ചേഞ്ചസ് ഇൻ ഇൻകം, കാരണം നമ്മുടെ ഇക്വേഷനിൽ വരുന്നത് എമ്മും പിയും ആണല്ലോ അല്ലേ? x1ഉം x2ഉം ഗുഡ്സ് അല്ലേ? എമ്മും പിയും ആണ്. അപ്പോൾ ചേഞ്ചസ് ഇൻ ദി എന്താ? ചേഞ്ചസ് ഇൻ ദി ബഡ്ജറ്റ് എന്താ? ബഡ്ജറ്റ് സെറ്റിന് ചേഞ്ചസ് വരണമെങ്കിൽ എന്തൊക്കെ വേണം? ഇൻകത്തിന് ചേഞ്ച് ഉണ്ടാകണം, പിന്നെന്താ? പ്രൈസിന് ചേഞ്ച് ഉണ്ടാകണം അല്ലേ? പ്രൈസിന് ചേഞ്ച് ഉണ്ടായാൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ചേഞ്ച് ആകാം. ഇൻകത്തിന് ചേഞ്ച് ഉണ്ടായാൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഉണ്ടാകാം, ചേഞ്ച് ഉണ്ടാകാം. അപ്പം നമുക്ക് ഫസ്റ്റ് ചേഞ്ചസ് ഇൻ ഇൻകം നോക്കാം. എന്തായാലും നോക്കാം. ചേഞ്ച് ഇൻ ഇൻകം ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം ചേഞ്ച് ആകുമ്പോൾ ഇപ്പോൾ നമുക്ക് 2 അവസ്ഥകളാണുള്ളത് അല്ലേ? നമുക്ക് ഒരു ജോലിയുള്ള അവസ്ഥയും ജോലി ഇല്ലാത്ത അവസ്ഥയും. എൻ്റെ വരുമാനം, എൻ്റെ ബഡ്ജറ്റ് ലൈൻ P1 x1 പ്ലസ് P2 x2 ഇസ് ഈക്വൽ ടു M എന്ന് പറയുന്നത് കണ്ടീഷനിലാണ്. ഇതിനു മുമ്പ് ഒരു മാർച്ചിലൊക്കെ അതായിരുന്നു എൻ്റെ ഇൻകത്തിൻ്റെ കണ്ടീഷൻ. പക്ഷേ ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് ആയപ്പോൾ എന്താ? ഡ്യൂ ടു കൊറോണ അല്ലേ? അത് കാരണം എന്ത് ചെയ്തു? എൻ്റെ ഇൻകം എന്ത് ചെയ്തു? കുറയുകയാണ് ചെയ്തത്. എൻ്റെ ഇൻകം എന്ത് ചെയ്തു? കുറയുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് M/P1ഉം വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്രയായി? M/P2 ആയിരുന്നു. അപ്പോൾ കൊറോണ ആയപ്പോൾ എന്ത് ചെയ്തു? എനിക്ക് കുറേ നഷ്ടങ്ങളുണ്ടായി, ജോലി ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ ഇൻകം എന്ത് ചെയ്തു? കുറഞ്ഞു. അത് ഏതിൽ നിന്ന്? ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ബഡ്ജറ്റ് ലൈൻ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷനെ ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാണ്. P1 x1 പ്ലസ് P2 x2 ഇസ് ഈക്വൽ ടു എന്താ? M ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം.
അതിൻ്റെ റീസൺ എന്താ? ഡിക്രീസ് ഇൻ ഇൻകം അല്ലേ. എൻ്റെ ഇൻകം എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ എൻ്റെ ഇൻകം എമ്മിൽ നിന്ന് എവിടേക്ക് കുറഞ്ഞു? എമ്മിൽ നിന്ന് എങ്ങോട്ടേക്കാണ് കുറഞ്ഞത്? എം ഡാഷിലേക്ക് കുറഞ്ഞു. അതായത് എൻ്റെ ബഡ്ജറ്റ് ലൈൻ എവിടേക്ക് പോയി? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ എൻ്റെ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിനും ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. വരുമാനം ചേഞ്ച് ആയില്ലേ? അപ്പോൾ അതെന്തായി? എം ഡാഷ് ബൈ P1ഉം വരുമാനം ചേഞ്ച് ആയപ്പോൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്തായി മാറി? എം ഡാഷ് ബൈ P2 എന്നും ചേഞ്ച് ആയി. മനസ്സിലായോ? അപ്പോൾ എന്താണ് നിൽക്കുന്നത്? എൻ്റെ ഇൻകത്തിന് ചേഞ്ച് ഉണ്ടായപ്പോൾ ബഡ്ജറ്റ് ലൈനും എന്തുണ്ടായി? ചേഞ്ച് ഉണ്ടായി. അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് സെറ്റ് എന്തായി? എമ്മിൽ നിന്നും എം ഡാഷിലേക്ക് മാറി. എമ്മിൽ നിന്നും എം ഡാഷിലേക്ക് മാറി എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? എൻ്റെ വരുമാനം കുറഞ്ഞു അല്ലേ. എല്ലാവർക്കും ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അപ്പം എന്ത് ചെയ്തു? പല കമ്പനികളും നഷ്ടത്തിലുമാണ്. അപ്പോൾ എല്ലാ കമ്പനിയുടെയും ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ടേക്കായിരിക്കും ഇപ്പോൾ മൂവ് ചെയ്തേക്കുന്നത്? ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്തേക്കുന്നത്. എവിടേക്കാണ്? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ എം എന്നുള്ള വരുമാനം എന്തായി മാറി? എം ഡാഷ് ആയിട്ട് മാറി. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എം ബൈ P1ൽ നിന്നും എം ഡാഷ് ബൈ P1ഉം വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എം ബൈ P2ൽ നിന്നും എന്തിലേക്ക് മാറി? എം ഡാഷ് ബൈ P2നും. ബട്ട് നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈനിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാകില്ല. എന്തിന് ചേഞ്ചസ് ഉണ്ടാകില്ല? സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1 തന്നെയായിരിക്കും. അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാകില്ല. അത് മെയിൻ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇതിന് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ്? എൻ്റെ വരുമാനം എമ്മിനേക്കാളും എന്തായിരുന്നു? എം ആയിരിക്കുമല്ലോ കൂടുതൽ. എം ഡാഷ് അല്ലേ. എം ആണ് എന്താ കൂടുതൽ, എം ഡാഷ് എന്താ കുറവുമായിരിക്കും. വരുമാനം കുറഞ്ഞു. അങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇപ്പം നമ്മൾ നോക്കിയത് എന്താ? ഡിക്രീസ് ഇൻകം. എൻ്റെ ഇൻകം എന്ത് ചെയ്തു? കുറഞ്ഞപ്പോഴുള്ള കാര്യം. ഇനിയും എൻ്റെ ഇൻകം കൂടുകയാണെങ്കിൽ കണ്ടീഷനോ? നമുക്ക് അതുകൂടെ നോക്കാം. ഓക്കെ, എൻ്റെ ഇൻകം കൂടിയപ്പോൾ എന്ത് ചെയ്തു? P1 x1 പ്ലസ് P2 x2 ഇസ് ഈക്വൽ ടു എന്തെന്ന് മാറി? എം ഡബിൾ ഡാഷിലേക്ക് മാറി. എന്തായി? എം ഡബിൾ ഡാഷിലേക്ക് മാറി. അതായത് എനിക്കുണ്ടായിരുന്ന ഇൻകം എന്ത് ചെയ്തു? കൂടി. എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ എൻ്റെ ഇൻകം എന്ത് ചെയ്തു? കൂടി. ഒരു ഒക്ടോബർ അല്ലെങ്കിൽ ഒരു നവംബർ അല്ലെങ്കിൽ ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കും എൻ്റെ ഇൻകം എന്ത് ചെയ്തു? കൂടി. ചില കമ്പനികൾക്ക് ഇപ്പോൾ ഇൻകം വളരെയധികം കൂടുതലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ കമ്പനീസ് തന്നെ ഇപ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ ഇൻകം എന്ത് ചെയ്തു? ഇപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതലാണ്. കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഇൻകമാണ് അവരിപ്പോൾ എന്ത് ചെയ്യുന്നത്? വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് അത്രയും പ്രോഫിറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ ബഡ്ജറ്റ് ലൈൻ എവിടുന്ന് എവിടേക്ക് മൂവ് ചെയ്തു? എവിടുന്ന്? റൈറ്റിലേക്ക് മൂവ് ചെയ്തു. എവിടേക്ക് മൂവ് ചെയ്തു? റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഏതായിരിക്കും കൂടുതൽ? എം ഡബിൾ ഡാഷ് ആയിരിക്കും എമ്മിനേക്കാളും കൂടുതൽ. കാരണം ഇൻകം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തപ്പോൾ എന്തായി? ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ എവിടേക്ക് മൂവ് ചെയ്തു? റൈറ്റിലേക്ക് മൂവ് ചെയ്തു. എം ഡബിൾ ഡാഷ് ഇസ് ഗ്രേറ്റർ ദാൻ എന്തായി? എം എന്നായി. ഇനിയും ഇക്വേഷൻ എങ്ങോട്ട് മൂവ് ചെയ്തു? P1 x1 പ്ലസ് P2 x2 ഇസ് ഈക്വൽ ടു എന്നായി? എം ഡബിൾ ഡാഷിനായി. ഇനിയും എം ബൈ P1 നിന്നും ഇൻക്രീസ് ചെയ്തില്ലേ? എം ഡബിൾ ഡാഷ് ബൈ P1ലേക്ക് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇവിടെ ഡിക്രീസ് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഏതിൽ നിന്നാ? എം ഡബിൾ ഡാഷ് ബൈ P1ലേക്ക് എൻ്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ചേഞ്ച് ആയി. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും അതുപോലെ എന്തായിട്ട് ചേഞ്ച് ആയി? എം ഡബിൾ ഡാഷ് ബൈ എന്താ? P2നും ചേഞ്ച് ആയി. അപ്പോൾ ഇതാണ് എന്താ? ഇൻകം ഇൻക്രീസ് ചെയ്താലുള്ള കണ്ടീഷനും ഇൻകം ഡിക്രീസ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് സെറ്റ് ലൈനിൽ നമ്മുടെ എക്സാമിന് ചോദിക്കാം, ഇൻകം ഡിക്രീസ് ചെയ്താലും ഇൻക്രീസ് ചെയ്താലുള്ള കണ്ടീഷൻസ് എന്താണെന്ന് ചോദിക്കാം. ചിലപ്പോൾ എക്സാം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു വേർഡ് പ്രോബ്ലം എന്തെങ്കിലും തന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ബഡ്ജറ്റ് സെറ്റ് ലൈൻ എന്ത് ചെയ്യുക? വരയ്ക്കാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇത് എല്ലാവരും നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്യാം.